സിക്സ്ത് സ്റ്റാൻഡേർഡിൻ്റെ ലേണിംഗ് എക്സലൻസ് റെക്കോർഡിലെ 15th വരെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ആദ്യം പോയിട്ട് പ്ലേലിസ്റ്റിൽ അത് കാണുക കേട്ടോ. ഇതിൽ നമ്മൾ 16th തൊട്ട് ലാസ്റ്റ് വരെയുള്ള ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. നമ്മുടെ ഈ എക്സലൻസ് റെക്കോർഡിലെ പോർഷൻസ് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സസിൻ്റെ ചാപ്റ്റേഴ്സ് എടുക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. 16th question നോക്കാം. Let's go through the expense. Joseph want to make a compost pit in his house with 4 meter length, 3 meter breadth and 2 meter depth. The contractor said that the cost to remove 1 cubic meter of soil is 1200. അപ്പോൾ ജോസഫിന് വീട്ടിലൊരു കമ്പോസ്റ്റ് പിറ്റ് കുത്തണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ട ലെങ്ത്തും വിഡ്ത്തും അതുപോലെ ഡെപ്ത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. 1 ക്യൂബിക് മീറ്ററിന് വേണ്ടത് 1200 റുപ്പീസാണ് വേണ്ടത്. അപ്പോൾ ഈ ടോട്ടൽ ഈ ലെങ്ത്തൊക്കെ വെച്ചിട്ട് ആൾക്ക് എത്ര എക്സ്പെൻസ് ആവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ കുട്ടി കുറച്ച് ഡീറ്റെയിൽസൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് നേരെ ആൻസറിലേക്ക് കിടക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ കാണുന്നത് എന്താ? മെഷർമെൻറ്റ് ഓഫ് പിറ്റ്. നമ്മൾ കുത്താൻ പോണ കമ്പോസ്റ്റ് പിറ്റിൻ്റെ മെഷർമെൻറ്റ് എന്തൊക്കെയാണ്? മെഷർമെൻറ്റ് ഓഫ് സോയിൽ റിമൂവ്ഡ് ഫ്രം ദ പിറ്റ്. ഇനി അവിടുന്ന് സോയിൽ റിമൂവ് ചെയ്യുമ്പോൾ അതിന് എത്രയൊക്കെ ആവും, അതിൻ്റെ മെഷർമെൻറ്റ് എത്രയുണ്ടാവും, അതുപോലെ അതിൻ്റെ എക്സ്പെൻസ് എത്രയുണ്ട്, അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ എഴുതാം. പിറ്റിൻ്റെ മെഷർമെൻറ്റ്സ് വരിക 4 മീറ്റർ, 3 മീറ്റർ, 2 മീറ്റർ. ഇനി അപ്പോൾ സോയിൽ റിമൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് വരിക? അപ്പോൾ ഇതിൻ്റെ വോളിയം നമ്മൾ കാണണം. ഒരു വോളിയത്തിന് 1 ക്യൂബിക്കിന് 1200 രൂപയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്രയുണ്ട്, എത്ര മണ്ണെടുക്കണം എന്ന് ആദ്യം കാണണം. അപ്പോൾ നമ്മൾ ഈ വിഡ്ത്തിൻ്റെയും ബ്രെഡ്ത്തും അതുപോലെ ഹൈറ്റും വെച്ചിട്ട് എത്ര സ്ഥലം ഉണ്ടെന്ന് ആദ്യം അറിയണം. 4 × 3 × 2 ചെയ്ത് 24 കിട്ടി. 1 ക്യൂബിക് മീറ്ററിൽ നമുക്ക് മണ്ണെടുക്കണമെങ്കിൽ 1200 രൂപ. അപ്പോൾ 24 ക്യൂബിക് മീറ്റേഴ്സാണ് അവിടെ ഉള്ളത്, എന്ന് വെച്ചാൽ വോളിയം ഉള്ളത്. അപ്പോൾ 1200 × 24 28,800 രൂപ. 28,800 റുപ്പീസാണ് അടുത്ത പ്രൈസ് വരിക. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 17 ആണ്. മനാഫ് വാസ് സർപ്രൈസ്ഡ് ടു സീ ദ റെയിൻ വാട്ടർ ടാങ്ക് ഇൻ ജോസഫ്സ് ഹൗസ്. മെഷർ ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ needed to fill the tank. Both of them calculated the measurement of the rainwater tank. അപ്പോൾ മനാഫ് ജോസഫിൻ്റെ വീട്ടിൽ ഒരു റെയിൻ വാട്ടർ ടാങ്ക് കണ്ടു, വെള്ളം സംഭരണി, മഴവെള്ള സംഭരണി. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് 1 ക്യൂബിക് മീറ്റർ ഈക്വൽ ടു 1000 ലിറ്റർ എന്നും കൊടുത്തിട്ടുണ്ട്. അത് അവൻ ചിന്തിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് ഇൻ ക്യൂബിക് മീറ്റേഴ്സ്? ഇതിൽ എത്ര കപ്പാസിറ്റി, എത്ര വെള്ളം കൊള്ളും എന്നാണ് ആദ്യം ചോദിച്ചേക്കണേ ക്യൂബിക് മീറ്റേഴ്സിൽ. പിന്നെ വാട്ട് ഈസ് ഇറ്റ്സ് കപ്പാസിറ്റി ഇൻ ലിറ്റർ. ഇനി അത് ലിറ്ററിലേക്ക് എഴുതാനും പറയുന്നുണ്ട്. മുകളിൽ അവൻ പറഞ്ഞിട്ടുണ്ട് 1 ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 ലിറ്ററാണ് കൊള്ളുക. ഓക്കെ, ഇനി അതിൻ്റെ ആൻസേഴ്സ് നോക്കാം. കപ്പാസിറ്റി ഓഫ് ടാങ്ക്, ടാങ്കിൻ്റെ കപ്പാസിറ്റി അറിയണം. അപ്പോൾ അതിൻ്റെ വോളിയാണ് ആദ്യം അറിയേണ്ടത്. വോളിയം കാണാനുള്ള ഇക്വേഷൻ L × B × H ആണ്. തൊട്ടടുത്ത് മുമ്പത്തെ കണക്കിലും അത് തന്നെയാണ് ഇക്വേഷൻ വരിക, L × B × H. അപ്പോൾ 3 × 2 × 1 ലെങ്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ് 6 ക്യൂബിക് മീറ്റർ കിട്ടി. ഓക്കെ, 1 ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 ലിറ്ററാണ്. അപ്പോൾ 6 ക്യൂബിക് മീറ്റർ എത്രയായിരിക്കും? 6000 ലിറ്റർ. അപ്പോൾ എത്രയാണ് അവിടെ കപ്പാസിറ്റി കൊള്ളുക? ക്യൂബിക് മീറ്ററിൽ 6 ക്യൂബിക് മീറ്റർ, ലിറ്ററിൽ 6000 ലിറ്റർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി കാർഡ് 18. ലെറ്റ്സ് മേക്ക് പേപ്പർ കണ്ടെയ്നേഴ്സ്. നമുക്ക് പേപ്പർ കൊണ്ടുള്ള കണ്ടെയ്നേഴ്സ് ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, ആമിന ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ മേക്കിംഗ് പേപ്പർ കണ്ടെയ്നേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് മെഷർമെൻറ്റ്. ഒരു ബോക്സ്, കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ ബോക്സ് എന്തെങ്കിലും ഇട്ട് വയ്ക്കാനുള്ളൊരു പാത്രങ്ങൾ. അപ്പോൾ ആമിന പറയണം, ഐ ഹാവ് മെയ്ഡ് എ കണ്ടെയ്നർ വിത്ത് 1 ലിറ്റർ കപ്പാസിറ്റി. ഞാൻ 1 ലിറ്റർ കപ്പാസിറ്റിയിലുള്ള ഒരു കണ്ടെയ്നർ ഉണ്ടാക്കിയെന്നാണ് ആമിന പറയുന്നത്. അപ്പോൾ അടുത്ത ആൾ പറയുന്നുണ്ട്, ഐ ഹാവ് മെയ്ഡ് എ കണ്ടെയ്നർ വിത്ത് 2 ലിറ്റർ കപ്പാസിറ്റി. മൈ കണ്ടെയ്നർ ഹാസ് ഡബിൾ ദ ലെങ്ത് ദാൻ ആമിനാസ് കണ്ടെയ്നർ ബട്ട് ദ ഹൈറ്റ് ആൻഡ് ബ്രെഡ്ത്ത് ആർ സെയിം. അപ്പോൾ അടുത്ത ആൾ പറയുകയാണ്, ഞാൻ 2 ലിറ്ററിൻ്റെ കണ്ടെയ്നറാണ് ഉണ്ടാക്കി, എൻ്റെ ലെങ്ത്ത് മാത്രം ആമിനയേക്കാൾ ഡബിളാണ്, പക്ഷേ ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ ആമിനയുടെ അത്രയൊക്കെ തന്നെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ആമിനയ്ക്ക് എത്രയാണ്? എല്ലാ സൈഡും 10ആണ്. 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇനി ഈ കുട്ടിയുടെ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആമിനേക്കാളും ആമിനയുടെ കണ്ടെയ്നറിൻ്റെ ലെങ്ത്തിനേക്കാളും ഡബിളാണ് ഈ കുട്ടിയുടെ. ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ സെയിം ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ വോളിയം കാണണം. വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താ? L × B × H. ആമിനയുടെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും 10 തന്നെയായിരുന്നു. ഇവിടെ ലെങ്ത്ത് ആമിനേക്കാൾ ഡബിളാന്ന് പറഞ്ഞു, അപ്പോൾ 20 വന്നു. ബ്രെഡ്ത്തും ഹൈറ്റും ആമിനയുടെ അത്രയ്ക്ക് തന്നെ, അപ്പോൾ 10. അപ്പോൾ ഇവിടെ വോളിയം എത്രയായിരിക്കും? ആദ്യം വോളിയം കാണാനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞു, L × B × H, ലെങ്ത്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ്
20 × 10 × 10 2000 ക്യൂബിക് മീറ്ററാണ് വരിക. അത് ലിറ്റർ വൈസിൽ എഴുതുമ്പോൾ 2 ലിറ്റർ. ഓക്കെ, 1000 ക്യൂബിക് മീറ്ററാണ് 1 ലിറ്റർ. അപ്പോൾ 2000 ആകുമ്പോൾ 2 ലിറ്റർ. ഇനി താഴെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ കുട്ടി പറയുന്നുണ്ട്, ഐ ആം മേക്കിംഗ് എ കണ്ടെയ്നർ ഹാവിംഗ് ദ കപ്പാസിറ്റി ഓഫ് 1 ലിറ്റർ വിത്ത് ലെങ്ത് 20 സെൻറ്റിമീറ്റർ. വാട്ട് അബൌട്ട് യു? അപ്പോൾ ആ കുട്ടി പറയുന്നത്, ഞാൻ ഇനി 1 ലിറ്ററിലുള്ള ഒരു ബോക്സ് ഉണ്ടാക്കാൻ പോവുകയാണ്, ലെങ്ത്ത് 20 സെൻറ്റിമീറ്റർ വരുന്നത്. ഓക്കെ, ക്യാൻ വി മേക്ക് 1 ലിറ്റർ വെസൽ ഓഫ് ഡിഫറെൻറ്റ് മെഷർമെൻറ്റ്? യു വിൽ ആൾസോ മേക്ക് സച്ച് കൈൻഡ് ഓഫ് വെസൽ. നമുക്ക് ഇതുപോലെ 1 ലിറ്റർ വരുന്ന എത്ര ടൈപ്പ് ഓഫ് വെസൽസ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ടൈപ്പ് ഓഫ് വെസൽ എന്ന് അവർ ചോദിക്കണത് എന്താണെന്ന് വെച്ചാൽ എത്ര മെഷർമെൻറ്റിൽ. ഇപ്പോൾ ഒരാൾ ആമിനെ 10 10 10 ആയിട്ട് എടുത്തു, അടുത്ത ആൾ 2 ലിറ്ററാണ് കൊള്ളുന്നത്, അപ്പോൾ 20 10 10 ആയിട്ട് നമുക്ക് 1 ലിറ്ററിനെ കൊള്ളണ്ടാവും. അപ്പോൾ അതിൽ എങ്ങനെയൊക്കെ നമുക്ക് എടുക്കാമെന്നാണ് പറയുന്നത്, മെഷർമെൻറ്റ് ഏതൊക്കെ കൊടുക്കാമെന്ന്. ഇവിടെ ഞാൻ 2 ടൈപ്പ് ഓഫ് മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് 10 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 25 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ, ലെങ്ത്ത് ബ്രെഡ്ത്ത് ഹൈറ്റ്. അങ്ങനെയാണ് ഈ 3 മെഷർമെൻറ്റ്സ് ആയിട്ട് നമ്മൾ എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 ലിറ്റർ കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, അത് 3ഉം കൂടിയിട്ട് ഇൻറ്റു ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 1 ലിറ്റർ കിട്ടും. 1000 ക്യൂബിക് മീറ്റർ കിട്ടും എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി കാർഡ് 19. Numbers. Draw a rectangle. Draw a rectangle having area 24 cm square. Teacher, length and breadth are not given. I will tell one. Length 6 cm, breadth 4 cm. Find the rest. അപ്പോൾ ടീച്ചർ പറയുകയാണ് 24 സെൻറ്റിമീറ്റർ ഏരിയ വരുന്നത് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ കുട്ടി പറയണ, അതിന് ഞങ്ങൾക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടില്ലല്ലോ ടീച്ചർ. അപ്പം ടീച്ചർ പറയണത് ഒരു ക്ലൂ തരാം, 6ഉം 4ഉം ഒരെണ്ണത്തിൻ്റെ. ഇതുപോലെ 24 വരുന്നത് പല മെഷർമെൻറ്റിൽ വരാമല്ലോ. 6 × 4 ചെയ്ത് 24 വരാം, വേറെയും വരാമല്ലോ. താഴെ കൊടുത്തിൻ്റെ ആൻസർ 12 × 2 ചെയ്ത് കഴിഞ്ഞാൽ 24 കിട്ടും. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിന് 12 ലെങ്ത്തും ബ്രെഡ്ത്ത് 2 ആക്കാം. അതല്ലെങ്കിൽ 8ഉം 3ഉം വയ്ക്കാം, ലെങ്ത്ത് 8ഉം ബ്രെഡ്ത്ത് 3 വയ്ക്കാം. അതല്ലെങ്കിൽ വേറെ റെക്റ്റാങ്കിൾ വയ്ക്കാം, 24 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്ററും. 24 ലെങ്ത്തും 1 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത് ആയാലും നമുക്ക് എന്ത് കിട്ടും? 24 സെൻറ്റിമീറ്റർ ഏരിയ വരുന്ന ഒരു റെക്റ്റാങ്കിൾ കിട്ടും. നമുക്ക് 24 സെൻറ്റിമീറ്റർ സ്ക്വയർ വരുന്ന ഒരു ഏരിയ കിട്ടിയാൽ മതി, ഏരിയ വരുന്ന ഒരു റെക്റ്റാങ്കിൾ കിട്ടിയാൽ മതി. അത് നമുക്ക് ഏത് മെഷർമെൻ്റ് ആയാലും കുഴപ്പമില്ല. നെക്സ്റ്റ്, റൈറ്റ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ഫിഗർ വിച്ച് യു ഹാവ് ഡ്രോൺ ദ ടേബിൾ ഗിവൻ ബിലോ. ഇനി നിങ്ങളോട് ഏതെങ്കിലും ഒരു റെക്റ്റാങ്കിൾ, കുറച്ചൊരു 3 റെക്റ്റാങ്കിളിൻ്റെ അളവുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ലെങ്ത്തും ബ്രെഡ്ത്തും കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ഏരിയ കാണുക. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്താണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും കുറച്ച് മെഷർമെൻറ്റ്സ് കൊടുത്തിട്ട് അത് ഇൻറ്റു ചെയ്ത് ആൻസർ എഴുതിയാൽ മതി. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് 1811 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 198 സ്ക്വയർ സെൻറ്റിമീറ്റർ. അതെങ്ങനെയാണ് വരുന്നത്? 18 × 11 ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്യുമ്പോൾ കേട്ടോ. ഞാൻ 3 മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെഷർമെൻറ്റ് കൊടുക്കാം. താഴത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ദ ഏരിയ is 36 സ്ക്വയർ സെൻറ്റിമീറ്റർ വാട്ട് വിൽ ബി ഇറ്റ്സ് ലെങ്ത്ത് ആൻഡ് ബ്രെഡ്ത്ത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു 24 സെൻറ്റിമീറ്റർ വരുമ്പോൾ പല ടൈപ്പിൽ നമുക്ക് മെഷർമെൻറ്റ് എടുക്കാൻ പറഞ്ഞു. എങ്ങനെയൊക്കെ പറഞ്ഞു? 12 × 2 എടുക്കാം, 6 × 4 എടുക്കാം, 24 × 1 എടുക്കാം. 24 1ഉം റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും വരുന്നത് എടുക്കാം, 12ഉം 2ഉം ലെങ്ത്തും ബ്രെഡ്ത്ത് വരുന്നത് എടുക്കും. അതുപോലെ 36 വരുന്നത് എത്ര ടൈപ്പിൽ എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആൻസർ എഴുതിയിട്ട് നിങ്ങളത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി കാർഡ് 20. Friends of numbers. There are 2 numbers given in the middle of the flower. The factors of those numbers are given in the petals. Fill in the blanks suitably. ഇവിടെ നമുക്ക് നടുക്കിൽ, ഫ്ലവറിൻ്റെ നടുക്കിൽ ഓരോ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അത് പോകുന്ന ഫാക്ടേഴ്സ്, അത് ഏത് നമ്പറിലൊക്കെയാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ പോവുക, അതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് എഴുതേണ്ടത്. ഓക്കെ, 12 1ൻ്റെ ടേബിളിൽ പോവും, 2ൻ്റെ ടേബിളിൽ പോവും, 3ൻ്റെ ടേബിളിൽ പോവും. അതുപോലെ തന്നെ വേറെ നമ്പേഴ്സിലും പോവും. ഓക്കെ, അതുപോലെ 18ഉം പോവും ഓരോന്നിൽ. എന്തായാലും 18 1ൻ്റെ ടേബിളിൽ എല്ലാ നമ്പേഴ്സും പോവും, നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അതാ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 18 1ൻ്റെ 2ൻ്റെ 3ൻ്റെ 6ൻ്റെ 9ൻ്റെ ടേബിളിൽ പോവും. 6 × 3 ചെയ്ത് കഴിഞ്ഞാൽ 18 കിട്ടും. അതുപോലെ 9 × 2 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 18. 12ൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ 6 × 2 ചെയ്ത് കഴിഞ്ഞാൽ 12 കിട്ടും. 4 × എത്ര ചെയ്താലും 12 കിട്ടുക, 3 ചെയ്ത് കഴിഞ്ഞാൽ 12 കിട്ടും. ഓക്കെ, അങ്ങനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഫാക്ടേഴ്സ് ആർ നോട്ട് ഇൻ ദ പെറ്റൽസ്. ഇനി പെറ്റൽസിൽ ഇല്ലാത്ത ഫാക്ടർ ഏതൊക്കെയാണ്? അവിടെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള ഒന്നുമില്ല. ഏത് നമ്പറിൻ്റെയാണോ ഫാക്ടർ കാണാൻ പറഞ്ഞിരിക്കുന്നത്, ആ നമ്പർ അതിൻ്റെ തന്നെ ഫാക്ടറാണ്. ഇപ്പോൾ 12ൻ്റെയും 18ൻ്റെയാണ് ഫാക്ടർ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലില്ലാത്തൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആ നമ്പർ തന്നെയാണ്. അപ്പോൾ ഏതാ ഫാക്ടേഴ്സ് വരിക? 12ഉം 18ഉം അതേ നമ്പേഴ്സ് തന്നെ വരിക. അത് രണ്ടും മാത്രമാണ് അതിലവർ കൊടുക്കാത്തത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഫൈൻഡ് ദ ഫാക്ടേഴ്സ് ഓഫ് 4 and 5 ഫ്രം ദോസ് ഗിവൻ ബിലോ. ഇതിൽ 4ൻ്റെ ടേബിളിലും 5ൻ്റെ ടേബിളിലും പോകുന്ന ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട് അത് നിങ്ങളോട് പിക്ക് ഔട്ട് ചെയ്തിട്ട് താഴേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 16 4ൻ്റെ ടേബിളിൽ പോവും. അതുപോലെ 20 4ൻ്റെ ടേബിളിലും പോവും, 5ൻ്റെ ടേബിളിലും പോവും. 40 4ൻ്റെ ടേബിളിലും 5ൻ്റെ ടേബിളിലും പോവും. 28 4ൻ്റെ ടേബിളിൽ പോവും. 25 5ൻ്റെ ടേബിളിൽ പോവും. 18 21 ആണ് 2 ടേബിളിലും പോവാത്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി കാർഡ് 21. ഇത് നമുക്ക് അവരൊരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവിടെ ചെറിയ ഹിൻറ്റുകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ആ 2ൻ്റെ അവിടെ നോക്കിയാൽ ഐ ആം ദ സ്മോളസ്റ്റ് ഈവൻ നമ്പർ. അപ്പോൾ മുകളിൽ നിന്ന് നിങ്ങൾ നോക്കുക, 144 ആദ്യം, പിന്നെ 2ഉം 72 അവരെ കണക്ട് ചെയ്തിരിക്കുന്നത്. 72 × 2 ചെയ്താൽ നമുക്ക് 144 കിട്ടുക. 72 × 2 = 144 നമുക്ക് കിട്ടുക. അപ്പോൾ ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താവും? 72 കാണാനുള്ള സ്റ്റെപ്പായിരിക്കും. 2ൻ്റെ ഒപ്പം എത്ര ഇൻറ്റു ചെയ്താലും 72 കിട്ടാൻ നോക്കുക. അങ്ങനെ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യുക. കണ്ടോ? കംപ്ലീറ്റ് ചെയ്ത് ഇനി അവിടെ കുറച്ച് ക്ലൂസൊക്കെ വേറെ തന്നിട്ടുണ്ട് കേട്ടോ. താഴെ 2ൻ്റെ അടുത്ത് തന്നേക്കണം നോക്കി, ഐ ആം ദ ഓൺലി വൺ ഈവൻ പ്രൈം നമ്പർ. അതിൻ്റെ താഴെ ഇപ്പുറത്ത് നോക്കി, ഐ ആം ദ ബിഗ്ഗസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ. ഏറ്റവും 1 ഡിജിറ്റ് നമ്പറിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് അല്ലേ 9. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് കറക്റ്റായിട്ട് എഴുതുക. 9 × 2 18, 18 × 2 36, 3 × 3 9. അങ്ങനെയാണ് ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആയി പോകുന്നത് കേട്ടോ. ആക്ടിവിറ്റി കാർഡ് 22. ഇനി 22ൻ്റെ കാർഡാണ്. അപ്പോൾ ഇതിൽ അവർ കൊടുത്തിരിക്കുന്ന 2 റെക്റ്റാങ്കിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ 1 60 സ്ക്വയർ സെൻറ്റിമീറ്റർ. അത് അവർ തന്നിട്ടുണ്ട്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കാണുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 4 × 4 60 സ്ക്വയർ സെൻറ്റിമീറ്റർ. ദ ഫാക്ടേഴ്സ് ഓഫ് 16. ഇനി 16 ഏതൊക്കെ ടേബിളിലാണ് പോവാന്നാണ് താഴെ എഴുതിയിരിക്കുന്നത്. 1ൻ്റെ ടേബിളിൽ, 2ൻ്റെ ടേബിളിൽ, 4ൻ്റെ ടേബിളിൽ, 8ൻ്റെ ടേബിളിൽ, 16ൻ്റെ ടേബിളിൽ. എത്ര നമ്പേഴ്സ് ഉണ്ട്? 5 നമ്പേഴ്സ് ഉണ്ട്. അടുത്ത റെക്റ്റാങ്കിളിൻ്റെ അവർ എഴുതിയിട്ടുണ്ട്. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ 24 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 6 × 4 24. അത് എത്ര ഫാക്ടേഴ്സിലൊക്കെ പോകും? 1 2 3 4 6 8 12 24. ഓക്കെ, മനസ്സിലായില്ല ഇപ്പോൾ ഫാക്ടേഴ്സ് എത്ര എണ്ണമൊക്കെ എങ്ങനെ എഴുതാമെന്ന്. ഇനി അവർ അത് വെച്ചിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ ആദ്യം നമ്മൾ വേണ്ടത്, ആദ്യത്തെ ഞാൻ പറഞ്ഞുതരാം. 4 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും കൊടുത്തിട്ടുണ്ട്. അടുത്ത കോളത്തിൽ അവർ ഏരിയ എഴുതിയേക്കുക. 4 × 4 16. ഇനി ഈ 16 ഏതൊക്കെ ടേബിളിൽ പോകുന്നു നിങ്ങൾ എഴുതണം. അത് കഴിഞ്ഞിട്ട് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 4 8 16. എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. അതുപോലെ ബാക്കി കംപ്ലീറ്റ് ചെയ്യുക. മൂന്നാമത്തെ നോക്കിയേ, 7 ഉം 4ഉം. 7 × 4 എത്രയാ? 28 ആണ് വരിക. ഓക്കെ, ഈ 28 ഏതൊക്കെ ടേബിളിൽ പോകുന്നു അടുത്ത കോളത്തിൽ നിങ്ങൾ എഴുതണം. അത് എത്ര എണ്ണം ഉണ്ട്, എത്ര ടേബിളിലാണ് പോവുക, 5 ആണോ 6 ആണോ 7 ആണോ 8 ആണോ, അത് അപ്പുറത്തേത് എത്ര നമ്പേഴ്സിലാണ് പോവുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ആൻസേഴ്സ് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വായിക്കാൻ നിൽക്കണില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നോക്കി എഴുതുക കേട്ടോ, തെറ്റിക്കാണ്ട്. താഴത്തെ ക്വസ്റ്റ്യൻ നോക്കുക. Which are the rectangles whose area has odd numbers of factors? What is the characteristic of those rectangle? ഓക്കെ, ഏതിനാണ് ഫാക്ടേഴ്സിൻ്റെ നമ്പർ ടോട്ടൽ ഇപ്പോൾ 1 2 4, അപ്പോൾ അവിടെ 3 എണ്ണം ഉണ്ട്. ഓക്കെ, അങ്ങനെ ഓഡ് നമ്പേഴ്സ് പോകണില്ലേ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ കോളത്തിലെ? ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്, അവരുടെ ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ അവരുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. The area of rectangle of the sequence number 1 4 5 6 has odd numbers of factor. 1ാമത്തെ 4ാമത്തെ 5ാമത്തെ 6ാമത്തെയാണ് ഓഡ് നമ്പേഴ്സ് വന്നിരിക്കുന്നത്. Those rectangles length and breadth are same. അപ്പോൾ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആയിട്ട് വരുന്ന എല്ലാ കോളത്തിലും നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഡ് നമ്പർ ആണ് വരിക. ഓക്കെ, ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആണെങ്കിൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഡ് നമ്പർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി കാർഡ് 23. ഡെസിമൽ നമ്പേഴ്സ്. ഡെസിമൽ നമ്പേഴ്സ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. പോയിൻ്റ് ഉള്ള നമ്പേഴ്സിനെ 5.6 1.2 അങ്ങനത്തെ നമ്പേഴ്സിനെയാണ് ഡെസിമൽ നമ്പേഴ്സ് നമ്മൾ പറയാം. Soumini teacher came to the class with 3 square shaped card of the same measurement. She cut one card into 10 equal part and another card into 100 equal part. She kept the third card as it is. അപ്പോൾ സൗമിനി ടീച്ചർ 3 കാർഡായിട്ട് വന്നു. ഒരു കാർഡ് അങ്ങനെ തന്നെ വെച്ചു. രണ്ടാമത്തെ കാർഡ് എടുത്തിട്ട് 10 കഷ്ണാക്കി. മൂന്നാമത്തെ കാർഡ് എടുത്തിട്ട് 100 കഷ്ണാക്കി. ഓക്കെ, then the teacher asked Needu to show 1.25 using this card. See how Needu did it. എന്നിട്ട് ടീച്ചർ പറഞ്ഞു നീതു ഇതിന്ന് 1.25 കാർഡ്സ് എടുക്കാൻ പറഞ്ഞു. അപ്പം നീതു എന്തെടുത്തു? 1 കാർഡ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം മൊത്തത്തിലുള്ള കാർഡ് എടുത്തു. 2 കാർഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു? 1.25 അല്ലേ, അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 എന്ന് പറയുമ്പോൾ ആ കാർഡ് വലിയ രൂപത്തിലുള്ള 2 കാർഡ് എടുത്ത് വെച്ചു. ഓക്കെ, പിന്നെ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആ 2-നേക്കാൾ ഒന്നും കൂടി ചെറുതായി. അപ്പോൾ ചെറിയ കോളത്തിൽ പോയിട്ട് 5 കാർഡ് എടുത്തു. കണ്ടോ? ഇപ്പം ഞാൻ മുകളിൽ കൊടുത്തേക്കണ വരച്ചിരിക്കുന്നത് നോക്കുക കേട്ടോ. ഒന്നാമത്തെ പൊസിഷൻ നമ്മൾ വൺസ് പൊസിഷൻ തന്നെ പറയുക. പോയിൻ്റ് കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന നമ്പറിനെ നമ്മൾ ആ നമ്പർ ബൈ 10 എന്ന് പറയും. എന്ന് പറഞ്ഞാൽ 1/10th പൊസിഷനിലാണ് പോയിൻ്റ് കഴിഞ്ഞിട്ട് ആദ്യത്തെ നമ്പർ എടുക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്തുള്ള നമ്പർ എടുക്കുക 1/100th പൊസിഷനിലാണ്. അത് കഴിഞ്ഞ് 1/1000th പൊസിഷൻ, അങ്ങനെ ചേഞ്ചായി വരും. അതുകൊണ്ടാണ് 1.25 എന്നുള്ളത് എങ്ങനെ എഴുതിയിരിക്കുന്നത് 1 + 2/10. ആ പോയിൻ്റ് കഴിഞ്ഞിട്ട് ആദ്യത്തെ നമ്പർ ആയതുകൊണ്ട് 2/10 വന്നു. ഇനി 5 മൂന്നാമത്തെ നമ്പറാണ്, അപ്പോൾ 5/100 വന്നു. ഓക്കെ, ഇനി അതുപോലെയാണ് താഴെ കൊടുത്തേക്കുന്നത് മീന, സുഹറ, മേരി, ഫാത്തിമ, ഡെയ്സി. ഇവരുടെ നമ്പേഴ്സൊക്കെ തന്നിട്ടുണ്ട്. അത് ഇതുപോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 1.67 എന്ന് പറയുമ്പോൾ 1 + 6/10. കാരണം എന്താ, പോയിൻ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കിടക്കുന്ന നമ്പർ 6ആണ്, സെക്കൻഡ് കിടക്കുന്ന നമ്പർ 7. അപ്പോൾ നമ്മൾ 7/100 ഇട്ടു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 1.05. അപ്പോൾ എങ്ങനെയാണ് വരിക? 1 + 0 ഇപ്പോഴും എന്താണ്, പോയിൻ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്പറല്ലേ, അപ്പോൾ 10th പൊസിഷനിൽ തന്നെയാണ്. അപ്പോൾ 0/10 + 5/100. അടുത്തത് നോക്കിയേ 1.8. 1 + പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പറുള്ളൂ, അപ്പോൾ അത് ഏത് പൊസിഷനാണ്? 10th പൊസിഷൻ തന്നെ. അപ്പോൾ 10th പൊസിഷൻ അല്ല, 1/10th പൊസിഷൻ. അപ്പോൾ 8/10 വന്നു. അടുത്ത നമ്പർ നോക്കുക 0.52. അപ്പോൾ ആ 0 അങ്ങനെ തന്നെ എഴുതുക. 0 + 5/10 + 2/100. അടുത്തത് പിന്നെ പറഞ്ഞു തരേണ്ട, മനസ്സിലായിട്ടുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി കാർഡ് 24. ഡെസിമൽ നമ്പേഴ്സ്, ഫൈൻഡ് ദ ലെങ്ത്ത്. അപ്പോൾ ഇവിടെ ഒരു ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. 1.50 മീറ്ററും 1.40 മീറ്ററും. ഗോപാൽ ഈസ് മേക്കിംഗ് എ വിൻഡോ ഇൻ ദിസ് പിക്ചർ. അപ്പോൾ ഇതൊരു വിൻഡോ ആണ്, അത് ഗോപാൽ ഉണ്ടാക്കാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ വൈഡ് ഫ്രെയിം അറൗണ്ട് ദ വിൻഡോ ഈസ് മെയ്ഡ് ഓഫ് സ്റ്റീൽ റോഡ്. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് റോഡ് യൂസിങ് ടു മേക്ക് ദ ഫ്രെയിം. അപ്പോൾ ഈ ഫ്രെയിം ഉണ്ടാക്കാനായിട്ടുള്ള ടോട്ടൽ ലെങ്ത്ത് എത്രയായിരിക്കുന്നു? ടോട്ടൽ ലെങ്ത്ത് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? ടോട്ടൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ പെരിമീറ്ററിനെയാണ് ഉദ്ദേശിക്കുന്നത്, ചുറ്റളവ്. അതിൻ്റെ ഇക്വേഷൻ 2 × ലെങ്ത്ത് + ബ്രെഡ്ത്ത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ലെങ്ത്ത് എത്രയാണ്? 1.14 ബ്രെഡ്ത്ത് 1.15. അപ്പോൾ അവിടെ 2 × 1.14 + 1.50 15 എഴുതിയിട്ടുണ്ട്. അത് രണ്ടും നമ്മൾ ഉള്ളിലുള്ള നമ്പേഴ്സ് ആദ്യം കൂട്ടുമ്പോൾ നമുക്ക് 2.90 കിട്ടും. അത് × 2 ചെയ്യുമ്പോൾ 5.18 മീറ്റർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഗോപാൽ ബോട്ട് 6 meter long rod. Will there be balanced rod after making the frame? If so, how many meters of rod will be left over? ഗോപാൽ എന്ത് ചെയ്തു? 6 മീറ്റർ കമ്പിയാണ് മേടിച്ചു കൊടുന്നത്. അപ്പോൾ ഇത്രയും ചുറ്റളവിൽ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ബാക്കി ഉണ്ടാവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ദർ വിൽ ബി ബാലൻസ്ഡ് റോഡ്. ലെങ്ത് ഓഫ് റോഡ് ഗോൾസ് അല്ല, അടുത്ത് വരെ ഗോപാൽ എന്നാണ് കേട്ടോ. ലെങ്ത് ഓഫ് റോഡ് ഗോപാൽ ബോട്ട്. ഗോപാൽ മേടിച്ച കമ്പിയുടെ ലെങ്ത്ത് 6 മീറ്ററാണ്. ടോട്ടൽ റോഡ് റിക്വയർഡ്. ടോട്ടൽ വേണ്ടത് 5.80 നമ്മൾ മുമ്പിലത്തെ കണക്കിൽ നോക്കി, അബവ് ഉള്ള കണക്കിൽ നോക്കി. നമുക്ക് പെരിമീറ്റർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എത്ര വേണമെന്ന്. നമ്മൾ മേടിച്ചത് 6 മീറ്റർ ഉണ്ട്, 5.80 വേണ്ടോ. അപ്പോൾ എത്ര ബാലൻസ് ഉണ്ടാവും എന്ന് അറിയാൻ രണ്ടും കൂടി മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യാൻ ഡെസിമൽ നമ്പേഴ്സ് മൈനസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ സൈഡിൽ നോക്കുക. 0 കൂടുതൽ ഇട്ടിട്ട് നിങ്ങൾ ചെയ്യണം, കാരണം 80 വരുന്നില്ലേ, അതിൻ്റെ മുകളിൽ 2 0 ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി കാർഡ് 25. ഫൈൻഡ് ദ ഹൈറ്റ്. ഹൗ ഡു വി കൺവേർട്ട് 4/10? ഈസ് ഇൻ 1 meter equal to 100 centimeter? It's so easy, isn't it? 1/10 of 1/10 is 1/100. Yes, 4/10 equal to 40/100. അപ്പോൾ കുറച്ച് കുട്ടികൾ കുറച്ച് കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇനി ഇവിടെ നമ്മൾക്ക് കുറച്ച് നെയിംസ് തന്നിട്ടുണ്ട്, അവരുടെ ഹൈറ്റ് തന്നിട്ടുണ്ട്. അത് ഫ്രാക്ഷൻ ഫോമിലും തന്നിട്ടുണ്ട്, ഡെസിമൽ ഫോമിലും തന്നിട്ടുണ്ട് കേട്ടോ. സന്തോഷ് 131/100 മീറ്റർ. അപ്പോൾ എങ്ങനെയാണ്? 1.31 മീറ്റർ. ഓക്കെ, അപ്പം നമുക്ക് ബാക്കിയുള്ളത് അവർ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 5/100 മീറ്റർ. അപ്പോൾ 5 വന്നേക്കണത് 1/100ൻ്റെ പൊസിഷനാണ്. 1/100 എപ്പോഴാണ് വരിക? ഞാൻ പറഞ്ഞു, പോയിൻ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പൊസിഷൻ 1/10th പൊസിഷനാണ്. അത് കഴിഞ്ഞിട്ടുള്ള പൊസിഷനാണ് 1/100th. അപ്പോൾ ഇവിടെ 5 കിടക്കുന്നത് 100th പൊസിഷനിലാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം? 0 ആഡ് ചെയ്യണം. 1.05 മീറ്റർ. അടുത്തത് ഏതാ? 4/10. 1/10ൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള നമ്പറാണ്. അപ്പോൾ ഇവിടെ എത്ര വരിക? 1.4. അടുത്തത് 1.2 മീറ്റർ. അത് ഫ്രാക്ഷൻ ഫോമിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 1/42 ആണെങ്കിൽ എത്രയാണ്? 42. 2 നമ്പേഴ്സ് ഇല്ലേ, അപ്പോൾ എത്ര വരും?
2 സീറോസ്, കാരണം ഫസ്റ്റ് പൊസിഷനും വരുന്നുണ്ട് 1/10th പൊസിഷനും വരുന്നുണ്ട് 1/100ത്തും വരുന്നുണ്ട്. അപ്പോൾ 1.42/100 എഴുതുക. അടുത്തത് ഹബീബിൻ്റെ എഴുതിയിട്ടുണ്ട് 1.5/10. 1.5/10 എത്രയാണ്? 1.5 മീറ്റർ. അത് ഫില്ല് ചെയ്യുക കേട്ടോ. ഇനി അവർ ചോദിച്ചിട്ടുണ്ട് ആരാണ് ഇതിൽ ഏറ്റവും വലുത്? ഹബീബാണ് വലുത്. ഹബീബിന് എത്ര? 1.5 വന്നിട്ട്, ബാക്കിയൊക്കെ 1.3, 1.4 അങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. ഇനി ഏറ്റവും ടോളസ്റ്റ് വലിയ ആളും ചെറിയ ഹൈറ്റുള്ള ആളും തമ്മിൽ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ആൻസർ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ മൈനസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി കാർഡ് 26. പെരിമീറ്റർ ഏരിയയൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, 2 ഫിഗർ തന്നിട്ടുണ്ട്. അതിൻ്റെ പെരിമീറ്റർ ഏരിയയും കണ്ടുപിടിക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പെരിമീറ്റർ ഏരിയയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 4 ഇൻറ്റു സൈഡ്, സ്ക്വയറിൻ്റെ കേട്ടോ. ഏരിയ കാണാനുള്ള ഇക്വേഷൻ സൈഡ് ഇൻറ്റു സൈഡ്, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, പെരിമീറ്റർ ഈക്വൽ ടു 4 ഇൻറ്റു സൈഡ്. 4 ഇൻറ്റു 1.4 ആണ് അവിടുത്തെ സെൻറ്റിമീറ്റർ. അത് കൊടുത്തിട്ടുണ്ട്. ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏരിയ സൈഡ് ഇൻറ്റു സൈഡ്, 2 സൈഡും സ്ക്വയറിൻ്റെ എല്ലാ സൈഡും ഈക്വൽ അല്ലേ? അപ്പോൾ 1.4 ഇൻറ്റു 1.4. അടുത്തത് നോക്കിയേ, അടുത്തവർ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ആൻസർ ഇല്ല. പെരിമീറ്റർ എഴുതുക നിങ്ങൾ. എത്രയാ പെരിമീറ്റർ? എത്രയാണ്? 4 ഇൻറ്റു സൈഡ്. 4 ഇൻറ്റു 2.8, 11.2. ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡ്, 2.8 ഇൻറ്റു 2.7.84. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ whose side is double the length of the second square. അപ്പോൾ രണ്ടാമത്തെ ഒരു സ്ക്വയർ നമ്മൾ കണ്ടില്ല 2.8ൻ്റെ, അതിൻ്റെ ഡബിൾ വരുന്ന സൈഡ്സ് വരുന്ന ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ ഏരിയയും കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡബിൾ വരിക എന്ന് പറഞ്ഞാൽ എന്താ? 2.8 + 2.5 ഒരു സൈഡ്, അടുത്ത സൈഡും അങ്ങനെ തന്നെ ഡബിൾ ചെയ്യുക നമ്പറിനെ. അപ്പോൾ നമ്മുടെ ആൻസർ ലെങ്ത്ത് അപ്പോൾ ഡബിൾ ചെയ്യുമ്പോൾ എത്ര വരും? 5.6. ബ്രെഡ്ത്തും 5.6 ഉണ്ട്, കാരണം സ്ക്വയർ അല്ലേ, എല്ലാ സൈഡും ഈക്വൽ അല്ലേ. പെരിമീറ്റർ എന്താ വരിക? 4 ഇൻറ്റു സൈഡ് എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 5.6 ഈക്വൽ ടു 22.4. ഏരിയ എന്ന് പറയുമ്പോൾ സൈഡ് ഇൻറ്റു സൈഡ്, 5.6 ഇൻറ്റു 5.6 ഈക്വൽ ടു 31.36. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം കേട്ടോ. ഇനി അടുത്തത് എന്താ? വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ ഏരിയ ആൻഡ് പെരിമീറ്റർ വെൻ ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ഈസ് ഡബിൾ? നമ്മളിങ്ങനെ സ്ക്വയറിൻ്റെ സൈഡ് ഡബിൾ ചെയ്തപ്പോൾ എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത്? വെൻ ലെങ്ത് ഓഫ് സ്ക്വയർ ഡബിൾ then perimeter is also double, then area is 4-fold. നമ്മൾ ലെങ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ആ ആൻസേഴ്സിൽ നോക്കിയാൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും കേട്ടോ. ലെങ്ത്ത് കൂട്ടിയപ്പോൾ എന്തുണ്ടായി? പെരിമീറ്റർ ഇരട്ടിയായി, പക്ഷേ ഏരിയയോ 4 ഇരട്ടിയായി. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 27. മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. നിങ്ങൾ ആദ്യം ഇതെങ്ങനെ ചെയ്യുക? 24 ഇൻറ്റു 3 ചെയ്യുക, അപ്പോൾ ആൻസർ കിട്ടും. അത് കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ഈ ആൻസേഴ്സ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ പോയിൻ്റ് ഇട്ടിട്ട് ഇൻറ്റു, അതുപോലെ ഡിവിഷൻ പ്ലസ് മൈനസ് ഒക്കെ നമുക്ക് മാത്സിലുള്ളതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടണില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കമൻസ് ആയിട്ട്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളൊരു വീഡിയോയും കൂടി ഇടാം. ഓക്കെ, ഇപ്പം നമുക്ക് എന്തായാലും ആൻസേഴ്സിലേക്ക് നോക്കാം. ഇതാണ് ആൻസേഴ്സ് വരിക. ഓക്കെ, ആദ്യത്തെ നിങ്ങളൊന്ന് നോക്കുക. ആദ്യം 2.4 ഇൻറ്റു 3 ആണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 24 ഇൻറ്റു 3, 24 ഇൻറ്റു 3 ആദ്യം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. എന്നിട്ട് എന്താ വേണ്ടത്? ക്വസ്റ്റ്യനിൽ എത്ര നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് ഉള്ളതെന്ന് നോക്കുക. ഇവിടെ എത്ര നമ്പർ കഴിഞ്ഞിട്ടാണ്? ഒരു നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിൻ്റ്. അപ്പോൾ ഉത്തരത്തിൽ ഒരു നമ്പർ കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇടുക, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 28. മാർക്ക് ദ മെഷർമെൻറ്റ് ഇൻ സ്മോൾ ബോട്ടിൽ. ഓരോ ബോട്ടിലിലും മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു മിൽക്കിൽ ഒരു ബോട്ടിൽ 2.500 ലിറ്റർ ഓഫ് മിൽക്സ് ഉണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇത് 2 ബോട്ടിലേക്കും തുല്യമാക്കണം. അതുപോലെ അടുത്ത നമ്പർ 3 ബോട്ടിലേക്ക് ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നോക്കൂ കേട്ടോ. ഇപ്പോൾ 2.500 അത് എത്ര ബോട്ടിലേക്ക് ആക്കുന്നുണ്ട്? 2 ബോട്ടിലേക്ക്. അപ്പോൾ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.250 കിട്ടും. അത് രണ്ടും അതിൻ്റെ മുകളിൽ എഴുതുക. അടുത്ത നമ്പർ എത്രയാണ്? 2.250. അത് എത്ര ബോട്ടിലേക്ക് ആക്കണം? 3 ബോട്ടിലേക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 2.250 ഡിവൈഡ് ബൈ 3 ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ആൻസേഴ്സ് കിട്ടും. ഞാൻ ഈ ചെയ്യണ വീഡിയോ എടുക്കണില്ല, കാരണം എന്താ വെച്ചാൽ ഒരുപാട് ലെങ്ത്തായി പോകും, അതുകൊണ്ടാണ്. ഓക്കെ, ഡിവൈഡ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ കമൻറ്റായിട്ട് പറഞ്ഞു, നാണക്കേടൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഇടാം കേട്ടോ. അടുത്ത ആൻസേഴ്സും കൂടി ഇങ്ങനെ നോക്കുക. 3ാമത്തെ 4ാമത്തെ 5ാമത്തെ വരുന്നുണ്ടല്ലേ, അപ്പോൾ അത് 0.5 എടുക്കുന്നുണ്ട്. അത് എത്ര ബോട്ടിലേക്ക് ആക്കണം? 4 ബോട്ടിലേക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് വേണം? 0.5 ഡിവൈഡ് ബൈ 4 ചെയ്യുക. അതുപോലെ അടുത്ത ഓരോ നമ്പേഴ്സ് നോക്കി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസേഴ്സ് വരുന്നത്. ഈ ആൻസേഴ്സ് നിങ്ങൾ ആദ്യം ഡിവൈഡ് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. കിട്ടണില്ലെങ്കിൽ എന്തായാലും ആൻസേഴ്സ് നോക്കുക. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ കിട്ടണില്ല, അറിയില്ല എന്നുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് പറഞ്ഞാൽ മതി. സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ബാക്കി എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കേട്ടോ. ഇനിയും നമ്മൾ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ 7th ക്ലാസ്സിൻ്റെ ചാപ്റ്റേഴ്സൊക്കെ എടുക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ
നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പോൾ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാം കേട്ടോ. താങ്ക് യു.